ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജനറൽ കേസ്, അതായത് ഡബിൾ ഇന്റഗ്രലിന്റെ ജനറൽ കേസുകളാണ് പറഞ്ഞത്. ഏത് റീജിയൻ തന്നാലും അത് വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ തന്നാലും അത് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ തിയറി ഭാഗം മാത്രമാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് എന്ന ഈ ഒരു ചാപ്റ്ററിന്റെ പാർട്ട് 1 മുതൽ പാർട്ട് 5 വരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് പ്രോബ്ലം 1. ഒന്നാമത്തെ പ്രോബ്ലം, സ്കെച്ച് ദ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ ആൻഡ് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഫ്രം 0 to 1 x x² + y² dy dx. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന് സ്കെച്ച് ദ റീജിയൻ, അതായത് ഈ ഒരു ഇന്റഗ്രലിന് ആവശ്യമായിട്ടുള്ള റീജിയൻ നമ്മൾ വരക്കണം. ഓക്കെ, ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റീജിയൻ വരക്കണം ആദ്യം. അതിനുശേഷം ഇവാലുവേറ്റ് ഈ ഒരു ഡബിൾ ഇന്റഗ്രലിലും കാണാനുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തല്ല, റെക്ടാങ്കിൾ വെച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് റെക്ടാങ്കിൾ പറഞ്ഞ റീജിയന്റെ അടിയിലുള്ള വോളിയല്ല കാണേണ്ടത്, അല്ലെങ്കിൽ എന്താ എക്സാക്ട് ഇന്റഗ്രൽ അല്ല, അവിടെ ജനറൽ കേസാണ് വരുന്നത്. അപ്പൊ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഏത് തന്നാലും, അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും, രണ്ട് വേരിയബിൾ ഉള്ള ഏതൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിടുക. ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കുക. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, ആദ്യം തന്നെ ഈ 0 മുതൽ 1 വരെ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു dx കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 0 to 1 - x പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു dy നെ കൊണ്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു dx കൊണ്ടാണല്ലോ ഇത്. അപ്പൊ ഇത് x = 0 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ ഇവിടെ x = 1 എന്നും എഴുതാൻ പറ്റും. ഓക്കെ, ആ കാര്യങ്ങൾ വ്യക്തമായല്ലോ. ഇനി ഇത് നേരെ ഗ്രാഫ് കൊണ്ടുവരിക. ഈ x = 0 എന്ന് പറഞ്ഞ ഭാഗം കൂടെയാണ് ഇതാണല്ലോ, അല്ലെ? ഇവിടെ x ഇവിടെ 1 ആകുമ്പോൾ ഇതിൽ കൂടെ ലൈൻ വരക്കും, 2 ആകുമ്പോൾ ഇതിൽ കൂടെ ലൈൻ വരക്കും, 3 ആകുമ്പോൾ ഇതിൽ കൂടെ ലൈൻ വരക്കും, അങ്ങനെ പോകും. അപ്പൊ x = 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ y ആക്സിസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഈ ഒരു റീജിയൻ ഓൾറെഡി ആ ലൈൻ അവിടെ ഉണ്ട്, റീജിയൻ അല്ല, ഒരു ലൈൻ അവിടെ ഉണ്ട്. ഇനി x = 1, x = 1 ആണെങ്കിലോ, ഇവിടെ ഞാനൊരു പോയിന്റ് എടുക്കാണ്, അവിടെ കുറച്ച് വിട്ട് വരക്കണ്ടേ. x = 1. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് ഇവിടെ ഒരു 1 2 3 ആണ് പോകണ്ടേ. ഇവിടെ പൗതിയാണ്, ഇവിടെ 1/2. ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. x = 0 മുതൽ ഇവിടെ 0 ആണ്, ഇവിടെ x = എന്താണ് 0 ആണ്, ഇവിടെ x = 1 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, x = 1 പറഞ്ഞ വര നേരെ ഇങ്ങനെയാണ് വരിക. അത് തന്നെ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഗ്രാഫ് അതിന്റെ ചെറിയൊരു ഭാഗം. ഓക്കെ, x = 1 കടന്നു പോകുന്നൊരു ലൈന്. അപ്പം ഈ ഒരു കാര്യം റെഡിയായി. നമ്മളിപ്പോ ഈ ഒരു റീജിയൻ വരക്കാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഈ ഒരു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും, അതായത് 0 1 - x വിത്ത് റെസ്പെക്ട് ടു dy നെ കൊണ്ടാണ് ആ ഒരു ഇന്റഗ്രൽ, ആ ഒരു ലിമിറ്റുള്ള ഇന്റഗ്രൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ y = 0 എന്നാണ് പറയാം. എന്താണ്, y = 0. അതേപോലെ 1 - x = y, അല്ലെങ്കിൽ y = 1 - x എന്ന് പറയാൻ പറ്റും. ഇനി ഈ y = 0 ഇവിടെ ഗ്രാഫിലൂടെ ഉണ്ടാവാം. y = 0 എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക, ഇങ്ങനെയുള്ള ലൈനുകളാണ് വരിക. y = 1 ആണ് ഇങ്ങനെ, y = 2 ആണ് ഇങ്ങനെ, y = 3 ആണ് ഇങ്ങനെ. അപ്പൊ y = 0 പറയുമ്പോൾ ഇങ്ങനെ ഒരു ലൈനാണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി ആ ഒരു ആക്സിസ് ഉണ്ട്, നമ്മൾ ഇനി വരക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഒന്ന് നോക്കി നോക്കുകയാണെങ്കിൽ, ഇനി നോക്കേണ്ട കാര്യം, y ആക്സിസിൽ x ആക്സിസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ വരക്കേണ്ട ആവശ്യമില്ല. ഇതാണ് y = 0, ഇതാണ് y = 0 എന്ന ലൈന്, x = 0 എന്ന ലൈന് ഇതാണ്. ഇനി ഈ ഒരു ഭാഗം നോക്കി നോക്കുകയാണെങ്കിൽ, y = 1 - x, y = 1 - x ആണ്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഗ്രാഫ് വരക്കാന്ന് നോക്കാം. അതായത് ഇത് വെച്ചിട്ട് നമുക്കൊരു ഒരു കള്ളി വരക്കുന്നുണ്ട്. ഞാനിവിടെ ഇവിടെ ഞാൻ x എഴുതി, ഇവിടെ y എഴുതി. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, x-ന് 0 ഇട്ട് കൊടുക്കുകയാണ്. x-ന് ഞാനിവിടെ 0 ഇട്ട് കൊടുത്തു. അപ്പൊ y-ന് എന്താ സംഭവിക്കുക, y = 1 - 0, അതായത് y = 1 എന്ന് കിട്ടും. അപ്പൊ x-ന് 0 ഇട്ട് കൊടുത്തപ്പോ y ക്ക് 1 എന്ന് കിട്ടി.
ഇപ്പൊ എനിക്ക് ഒരു പോയിന്റ് ആണ് കിട്ടിയത്. ഇത് എക്സ് കോർഡിനേറ്റ് ആണ്, ഇത് വൈ കോർഡിനേറ്റ് ആണ്. അപ്പൊ ഒരു പോയിന്റ് കിട്ടി. എന്താണ് പോയിന്റ്? 0,1 കിട്ടിയല്ലോ. അതോടെ വരിക എക്സ് കോർഡിനേറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വരിക. അപ്പം പിന്നെ വൈ കോർഡിനേറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇവിടെ 1 അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പോയിന്റ് ആണ് എന്ത്? 0,1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ ഒരു പോയിന്റ് കിട്ടി. ഇനി വേറൊരു പോയിന്റ് കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി എക്സിന് 0 കൊടുത്തിട്ട് ഇനി വൈക്ക് 0 കൊടുത്തൊക്കെയാണ്. വൈക്ക് 0 കൊടുത്തു ഞാൻ. അപ്പൊ എന്താ സംഭവിക്കുക? ഇത് 0 ആണ്. വൈ ഈക്വൽ ടു 0 പറയുമ്പോൾ ഇത് 0 ആണ്. അപ്പൊ 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി എക്സിനെ പുറത്ത് കിട്ടാൽ ഈ നെഗറ്റീവ് എക്സ് പോസിറ്റീവ് എക്സ് ആവൂലേ? അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറി? 1 എന്ന് കിട്ടി. അപ്പൊ വൈന് 0 കൊടുത്താല് എക്സ് തന്നെയാണ് കിട്ടുക, 1 എന്നാണ് കിട്ടുക. ഇനി ഇവിടെ നോക്കി നോക്കിയാണ് ഇവിടെ നമ്മള് എന്താണ് വേറൊരു പോയിന്റ് കിട്ടിയല്ലോ, 1,0 എന്ന വേറൊരു പോയിന്റ് കിട്ടിയല്ലോ. അത് ഈ ഗ്രാഫിൽ എവിടെയാണ് ഉണ്ടാവുക? ഇതാ 1 എന്ന പോയിന്റ് എക്സ് കോർഡിനേറ്റ് 1, അതേപോലെ വൈ കോർഡിനേറ്റ് 0 പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ 1,0 എന്ന് എഴുതാം. ഇപ്പൊ എനിക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും 2 പോയിന്റ് കിട്ടി. ഒരു ആക്സിസും ഒരു പോയിന്റ് വെച്ചിട്ട് ടോട്ടൽ എനിക്ക് 2 പോയിന്റ് കിട്ടി. ഈ 2 പോയിന്റ് തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം. ഓക്കെ, ഓക്കെ, ഇത് രണ്ടും ജോയിൻ ചെയ്തപ്പോ എനിക്ക് കിട്ടിയ റീജിയൻ ഉണ്ടല്ലോ, ഈ റീജിയൻ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള റീജിയൻ. അല്ലെങ്കിൽ ഈ ഒരു റീജിയന്റെ അടിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ ഏത്? സ്കെച്ച് ദ റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ. ഈ ഒരു ഇന്റഗ്രലിന്റെ റീജിയൻ ഇങ്ങനെയാണ് വരിക. ഇത് എന്ത് റീജിയൻ ആണ്? എക്സ് സിമ്പിൾ റീജിയൻ ആണോ വൈ സിമ്പിൾ റീജിയൻ ആണോ? അത് നോക്കാൻ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇതെന്താണ്? ഇതിൽ ഏതാണ് കോൺസ്റ്റന്റ്? അല്ലെ, എക്സിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് സംഖ്യയാണ്. എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് വേറൊരു കോൺസ്റ്റന്റ് സംഖ്യയാണ്. അപ്പം എന്താണ്? അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ റീജിയൻ എന്തായിരിക്കും? വൈ സിമ്പിൾ റീജിയൻ ആയിരിക്കും. ഇനി വൈന്റെ വാല്യൂസ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എക്സ് സിമ്പിൾ റീജിയൻ, അതെ, എക്സ് സിമ്പിൾ റീജിയൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് ഇതിന്റെ വൈന്റെ വാല്യൂസ് ആണ് എക്സിന്റെ വാല്യൂസ് ആണ് മനസ്സിലാവുക? ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഡി വൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വൈ ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് ഇട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇനിയിപ്പോ ഇവിടെ ഡി എക്സ്, ഈ എക്സിന്റെ വാല്യൂസ് എങ്ങനെയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 0, വൈ എക്സ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് എഴുതിയത്. ഈ ഒരു രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഈ റീജിയൻ മാത്രമാണ് വരച്ചത്. അപ്പൊ റീജിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് ഇതിനൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്താണ് പറഞ്ഞത്? ഉള്ളിലുള്ള കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ പുറത്തുള്ള കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഞാൻ ഇവിടെ മുതൽ ചെയ്തു പോയിട്ടുണ്ട്. അതായത് ഇന്റഗ്രൽ ഫ്രം 0 to 1. അടുത്ത ഇന്റഗ്രൽ 0 to 1 മൈനസ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ഡി എക്സ്. ഇതാണ്. ഓക്കെ, which is equal to integral from 0 to 1. അതേ മറ്റേ എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഡി വൈനെ കൊണ്ടാണല്ലോ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു ഡി വൈനെ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ ടേമുകളൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ് എന്ന് വരും. അപ്പൊ എക്സ് സ്ക്വയർ വൈ എന്ന് വരും. കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. പിന്നെ പ്ലസ് വൈ സ്ക്വയർ ഡി വൈ ആണ്, അതുകൊണ്ട് കോൺസ്റ്റന്റ് അല്ല. അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. അപ്പൊ നമ്മള് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കും വേണം. 0 മുതൽ 1 മൈനസ് എക്സ് വരെ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. ഇപ്പൊ ഈ ഒരു ഇന്റഗ്രൽ, ഉള്ളിലുള്ള ഇന്റഗ്രൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് which is equal to ഇന്റഗ്രൽ ഫ്രം 0 to 1. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു നോക്കാം. എന്തിന് പകരമാണ്? വൈക്ക് പകരമാണ് എന്ത് ചെയ്യേണ്ടത്? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു ഇവിടെ വൈക്ക് പകരം ആരാളുള്ളത്? 1 മൈനസ് എക്സ് ആണുള്ളത് അപ്പർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഒരു ബ്രാക്കറ്റിൽ 1 മൈനസ് എക്സ് കൊടുക്കുക. പിന്നെ പ്ലസ് ഇവിടെ വൈ ക്യൂബ് ആണുള്ളത്. അപ്പൊ 1 മൈനസ് എക്സ് ഓൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എന്തുണ്ട്? നമ്മള് ഡി എക്സ് അവിടെ ഉണ്ട്. ഡി എക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഇന്റഗ്രേറ്റ് ചെയ്ത് പോക്കിയിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എക്സ് സ്ക്വയറിനൊന്ന് ഉള്ളിലോട്ട് ഗുണിക്കുകയാണ്. which is equal to ഇന്റഗ്രൽ ഫ്രം 0 to 1. എക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആണ്. മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് പറയുമ്പോൾ എക്സ് ക്യൂബ് ആണ്. പ്ലസ് പിന്നെ
ഇവിടെ നമുക്ക് ഓൾ ക്യൂബ്, അതായത് 1 മൈനസ് എക്സ് ഓൾ ക്യൂബ് അങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട്. 1 മൈനസ് എക്സ് ഓൾ ക്യൂബ് ഇത് എന്ത് ഫോമിലാണ്? എ മൈനസ് ബി ഓൾ ക്യൂബ് ഫോമിലാണ്. എ മൈനസ് ബി ഓൾ ക്യൂബ് എന്താണ്? എ ക്യൂബ് മൈനസ്, അതായത് 1 ക്യൂബ് മൈനസ് പിന്നെന്താണ് 3a സ്ക്വയർ ഇൻറ്റു എക്സ്, അതായത് 3a സ്ക്വയർ ബി പ്ലസ് 3b സ്ക്വയർ എ പ്ലസ് ബി ക്യൂബ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. പ്ലസ് അല്ല, മൈനസ് ബി ക്യൂബ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ആ ഫോർമുല ഇവിടെ എഴുതി കാണിച്ചു തരാം. എ മൈനസ് ബി ഓൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. ഓക്കെ, അപ്പൊ എക്കും ബിക്ക് പകരം ഇവിടെ എക്ക് പകരം 1 ആണ്, ബിക്ക് പകരം എക്സ് ആണ്. അപ്പൊ ഒന്ന് ഇവിടെ കൊടുത്തു നോക്കിയാണ്. അപ്പൊ 1 ക്യൂബ് മൈനസ് 3 ഇൻറ്റു എ സ്ക്വയർ, 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്, 3 ഇൻറ്റു 1 3 തന്നെയാണ്, പിന്നെ എക്സ് ഇൻറ്റു എക്സ് 3x. ഓക്കെ, അപ്പൊ ബി എഴുതി പ്ലസ് പിന്നെ എന്താ ഉള്ളത് 3ab സ്ക്വയർ, 3 ഇൻറ്റു എ 1 തന്നെയാണ് എഴുതേണ്ട ആവശ്യമില്ല, ബി സ്ക്വയർ എക്സ് സ്ക്വയർ വരും, പിന്നെ മൈനസ് ബി ക്യൂബ് എന്താണ്? എക്സിന്റെ ക്യൂബാണ്, എക്സ് ക്യൂബ്. അപ്പൊ ഇതാണ് നമ്മള് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് എക്സ് ഓൾ ക്യൂബിന് പകരം നമുക്ക് ഈ ഒരു കാര്യം കൊടുക്കാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1 ക്യൂബ്. 1 ക്യൂബ് പറഞ്ഞാൽ 1 ആണ്, എഴുതേണ്ട ആവശ്യമില്ല, പിന്നെ 1 ക്യൂബ് എഴുതേണ്ട ആവശ്യമില്ല. 3x പ്ലസ് 3x സ്ക്വയർ, 3x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ 3. ഓക്കെ, dx-നെ കൊണ്ടാണ് റെസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മതി. ഇനി എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു dx ആണ്. അപ്പൊ പിന്നെ ഇവിടെ കോൺസ്റ്റന്റ് ടേമുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെ 3ഉം ഉണ്ട്, അതായത് എക്സും വൈയും തമ്മിലുള്ള ആ കോൺസ്റ്റന്റിന്റെ കൺഫ്യൂഷൻ ഇവിടെ അല്ല. ഓക്കെ, ഇനി എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ആണ്. അതേപോലെ മൈനസ് എക്സ് ക്യൂബിനാണെങ്കിൽ എക്സ് റൈസ് ടു 4 ബൈ 4. പിന്നെ ഈ ഒരു 1/3നെ, ഈ ഒരു അടിയിലുള്ള 3 ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ എന്താണ് ഉണ്ടാവുക? പ്ലസ് 1/3 പുറത്ത് ബ്രാക്കറ്റ് ഇട്ടുണ്ട്. പിന്നെ 1 മൈനസ് 1ന്റെ ഇന്റഗ്രൽ പറയുമ്പോൾ എക്സ് ആണ്, മൈനസ് 3 കോൺസ്റ്റന്റ് ആണ്, പുറത്തുണ്ടാവും. എക്സിന്റെ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും. പിന്നെ വീണ്ടും 3 പുറത്ത് വരും, പ്ലസ് 3. എക്സ് ക്യൂബിന്റെ ഇന്റഗ്രൽ, എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3. പിന്നെ വീണ്ടും എക്സ് ക്യൂബ് വരും, മൈനസ് എക്സ് ക്യൂബ് ആണ്, അതിന്റെ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 4 ബൈ 4 വരും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കണേ. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും എന്താണ്? 0 മുതൽ 1 വരെയാണ്, 0 to 1. ഓക്കെ, അവിടെ കുറച്ച് ഭാഗം ഇങ്ങോട്ട് തള്ളിക്കുണ്ടെന്ന് സൂക്ഷിച്ച് എഴുതണം കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ഇനി ലോവർ ലിമിറ്റിനെ പരിഗണിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്? അത് 0 ആണ് കേട്ടോ. ഞാൻ നേരത്തെയും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ലോവർ ലിമിറ്റ് ആയിട്ട് ഇവിടെ 0 ഞാൻ പരിഗണിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, -0 ആയിട്ട് പോയി എന്നുള്ളത്. ഓക്കെ, പിന്നെ വിച്ച് ഈസ് ഈക്വൽ ടു എല്ലാത്തിനും 1 കൊടുക്കുക, എക്സിന് പകരമൊക്കെ എന്ത് ചെയ്യുക? 1 കൊടുക്കുക. അപ്പൊ 1/3 മൈനസ് 1/4 പ്ലസ് 1/3 ഇൻറ്റു 1 മൈനസ് പിന്നെ 3 ഇൻറ്റു 1, അതായത് 3/2 വരും. പ്ലസ് ഈ 3യും 3യും കട്ടായി പോവും, പ്ലസ് 1 വരും, പിന്നെ മൈനസ് 1/4. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 മൈനസ് 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 4 12 പ്ലസ് 1/3 ഇൻറ്റു ഈ 1ഉം ഈ 1ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 2 ആണ്, 2. പിന്നെ മൈനസ് 3/2 മൈനസ് 1/4 വിച്ച് ഈസ് ഈക്വൽ ടു 4 3 പോയാൽ 1 ആണ്, 1/12 പ്ലസ് 1/3 ഇൻറ്റു എന്താണ്? നമുക്ക് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ 2 മൈനസ് 4/3 വീണ്ടും 12 മൈനസ് 2/1 2 ഓൾ ഡിവൈഡഡ് ബൈ 2/4 8. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/12 പ്ലസ് എന്ത് ചെയ്യണം? 8 × 2 എത്താണ്? 8 × 2 16 മൈനസ് 12 മൈനസ് 2 കുറച്ച് കഴിഞ്ഞാല് -16 ആണ്.
അപ്പൊ -14 all divided by 8 വരും. ഓക്കെ, ഇനി ഇവിടെ ഏതുണ്ട് 1/12 പ്ലസ് പിന്നെന്താണ് 16 14 പോയ എത്രയാണ്? ഇവിടെ 1/3 ഉണ്ട് കേട്ടോ, ഇൻറ്റു 1/3. ഈ ഒരു 1/3 ആണ് കേട്ടോ ഞാൻ ഇവിടെ എഴുതിയെടുത്തത്. ഓക്കെ, അപ്പൊ ഇൻറ്റു 1/3 എഴുതി. ഇനി 16 14 പോയി കഴിഞ്ഞാൽ എന്താണ് 2 divided by 8 ഇൻറ്റു 1 divided by 3 which is equal to എന്താ വരിക 1/12 പ്ലസ് 2 divided by 8 into 3 എത്രയാണ്? 8 into 3 24. ഓക്കെ, ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 1/2 ഇവിടുന്ന് പുറത്ത് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പൊ 24 into 1 24 പ്ലസ് 2 into 12 വീണ്ടും 24 all divided by 12 into 24. അപ്പൊ 12 into 24 288. പിന്നെ 24 പ്ലസ് 24 ആകുമ്പോൾ 48 വരും. 48 divided by 288. ഇത് നമ്മൾ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഫൈനൽ ആൻസർ ഈസ് 1 divided by 6 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. ഓക്കെ, കാര്യങ്ങളൊക്കെ കിട്ടാണല്ലോ. അപ്പൊ നമ്മൾ സ്കെച്ച് ദ റീജിയൻ വരച്ചു, അതേപോലെ ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ. ഈ ഒരു ഇന്റഗ്രൽ നമ്മൾ എന്ത് ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്തു. ഫൈനൽ ആൻസർ 1 divided by 6 കിട്ടി. അപ്പൊ ഇതാണ് നമ്മൾ റീജിയൺ, ഇന്റഗ്രലിന്റെ വാല്യൂ ഇതാണ്. ഇങ്ങനെയാണ് ജനറൽ കേസിൽ ഇന്റഗ്രല് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് വന്നു, അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ആയിട്ട് ഏതെങ്കിലും ഫംഗ്ഷൻ വന്നു, വേരി ചെയ്യുന്ന ഏതെങ്കിലും ഫംഗ്ഷൻ ആയിട്ട് വന്നാലും ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഈ ഒരു കാര്യം എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് എഴുതി തന്നെ പഠിക്കണം, റീജിയൻ വന്നാൽ വരക്കണം. ഓക്കെ, താങ്ക് യു.